പിയോഗേറ്റ് പാർട്ട് 1 കണ്ടിന്യൂവേഷനാണ്. ഇനി ക്ലോസ് 2 ടൈപ്പ് ഓഫ് പോസ്റ്റ് ഓഫീസസ്. ഈ ക്ലോസ് നമ്പർ എന്ന് പറയുന്നത് ഈ പിയോഗേറ്റ് പാർട്ട് 1 ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന ക്ലോസ് നമ്പർ ഇട്ടിട്ടാണ്. ഇപ്പോൾ രണ്ടാമത്തെ ക്ലോസ് ടൈപ്പ് ഓഫ് പോസ്റ്റ് ഓഫീസസ്, മൂന്നാമത്തെ ക്ലോസ് നൈറ്റ് പോസ്റ്റ് ഓഫീസസ്. ഇത് ഈ ക്ലോസ് നമ്പർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ക്ലോസ് നമ്പർ നമ്മൾ പഠിച്ചിരിക്കണം. ഫോർ PA എക്സാം, ഈ MDX എക്സാമിനും പോസ്റ്റ്മാൻ എക്സാമിനും ഒന്നും ക്ലോസ് നമ്പർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ PA എക്സാമിന് ക്ലോസ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ് നമ്പർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന ഇപ്പോൾ നൈറ്റ് പോസ്റ്റ് ഓഫീസസ് ഏത് ക്ലോസ് നമ്പറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണം അത് മൂന്നാമത്തെ ക്ലോസ് നമ്പറാണെന്ന്. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഓരോ സെക്ഷൻ പഠിച്ചു പോകുമ്പോഴത്തേക്കും ആ സെക്ഷനിൽ നിന്ന് വന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ടെന്ന് പരിചയപ്പെട്ടിരിക്കണം. അതായത് നമ്മൾ പഠിക്കുന്ന രീതിക്കല്ല ചോദ്യങ്ങൾ വരുന്നത്. നമ്മളിപ്പോൾ നല്ലോണം അറിയാവുന്നൊരു പോർഷനാണെങ്കിലും ആ പോർഷനിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമിന് ചോദ്യം വരുമ്പോൾ നമുക്ക് പിടികിട്ടത്തില്ല. അതുപോലെ കറക്റ്റാണ് അത് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് സെക്ഷൻ പഠിച്ചു പോകുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് പരിചയപ്പെട്ടിരിക്കണം. അത് നെറ്റിലൊക്കെ അവൈലബിൾ ആണ്, ഓൺലൈനിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഇതിനുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഓരോ പോർഷനിൽ നിന്നുള്ള. അടുത്ത രണ്ടാമത്തെ ക്ലോസായ ടൈപ്പ് ഓഫ് പോസ്റ്റ് ഓഫീസസ്. ഏതൊക്കെ ടൈപ്പ് പോസ്റ്റ് ഓഫീസാണ് ഉള്ളത്? ഉത്തരം വളരെ സിമ്പിളാണ്. ഹെഡ് പോസ്റ്റ് ഓഫീസസ് ഉണ്ട്, സബ് പോസ്റ്റ് ഓഫീസസ് ഉണ്ട്, ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസസ് ഉണ്ട്. അങ്ങനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. പിന്നെ ഈ ടൈപ്പ് ഓഫ് പോസ്റ്റ് ഓഫീസിൽ വരുന്ന ടൈമാണ് ഫസ്റ്റ് ക്ലാസ് HO, പിന്നെ GPO അതായത് ജനറൽ പോസ്റ്റ് ഓഫീസസ്, പിന്നെ സെൻട്രൽ ബേസ് പോസ്റ്റ് ഓഫീസസ്. ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് പോസ്റ്റ് ഓഫീസ് ചോദിച്ചു കഴിഞ്ഞാൽ 3 എണ്ണമാണ് ഉത്തരം. ഹെഡ് പോസ്റ്റ് HOയും SOയും BOയും. പിന്നെ വരുന്ന കുറച്ച് ടൈപ്പുകളാണ് ഈ ഫസ്റ്റ് ക്ലാസ് HO എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, ജനറൽ പോസ്റ്റ് ഓഫീസ് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ 1 CBPO 2 CBPO അതായത് സെൻട്രൽ ബേസ് പോസ്റ്റ് ഓഫീസസ്, ഇതൊക്കെ എന്തുവെന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. HOയും SOയും BOയും എന്തുവാന്ന് നമുക്കറിയാം. പിന്നെ അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ the first 2 classes of offices normally transact all types of postal business. അതായത് ആദ്യത്തെ 2 ക്ലാസ്, അതായത് ഹെഡ് പോസ്റ്റ് ഓഫീസസും സബ് പോസ്റ്റ് ഓഫീസസും നോർമലി ട്രാൻസാക്ട് ആൾ ടൈപ്സ് ഓഫ് പോസ്റ്റൽ ബിസിനസ്. ഈ 2 ഓഫീസുകളിലും നോർമലായിട്ട് എല്ലാ രീതിയിലുള്ള പോസ്റ്റൽ ബിസിനസ്സുകളും നടക്കും. അത് നമുക്കറിയാം, കാരണം സിസ്റ്റം ഉള്ളതാണ്. HOയിലും SOയും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതുകൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ പോസ്റ്റൽ ബിസിനസ്സും HOയിലും SOയിലും നടക്കാറുണ്ട്. BOയിൽ അങ്ങനെ നടക്കാറില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. താഴെ പറയുന്നതിൽ ഏത് ക്ലാസ്സിലാണ് എല്ലാ തരത്തിലുള്ള ഈ ബിസിനസ് നടക്കുന്നത് ചോദിച്ചിട്ട് താഴെ 3 ഓപ്ഷൻ ഇട്ട് വേണേൽ അങ്ങനെയും ചോദിക്കാം. അതുകൊണ്ട് ഒരു ഇൻഫോർമേഷനും ചെറുതല്ല. പിന്നെ അടുത്തത് ഫസ്റ്റ് ക്ലാസ് HO. ഫസ്റ്റ് ക്ലാസ് HOയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹെഡ് ഓഫീസസ് ഇൻ ദ മോർ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ആർ ഇൻ ദ ചാർജ് ഓഫ് ഗസറ്റഡ് ഓഫീസസ് ആൻഡ് സച്ച് ഹെഡ് ഓഫീസസ് ആർ റെഫേർഡ് ടു ആസ് ഫസ്റ്റ് ക്ലാസ് HO. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റികളുള്ള HO, ആ HOയിൽ അതിൻ്റെ റൂളർ, അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഗസറ്റഡ് റാങ്കിലുള്ള ഓഫീസർ ആയിരിക്കും. അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് സിറ്റികളുള്ള HOകളാണ് ഫസ്റ്റ് ക്ലാസ് HO എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് ഹെഡ് പോസ്റ്റ് മാസ്റ്റർ എക്സസൈസസ് ആൾ ദ പവേഴ്സ് ഓഫ് എ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസസ് ഇൻ റിഗാർഡ് ടു ദെയർ ഓൺ ഓഫീസസ്. അതായത് ഫസ്റ്റ് ക്ലാസ് HO എന്തോന്ന് പറഞ്ഞ് ഇമ്പോർട്ടൻറ്റ് സിറ്റികളിലുള്ള HO, ആ HO ഒരു ഫസ്റ്റ് ക്ലാസ് ഹെഡ് പോസ്റ്റ് മാസ്റ്റർ കീഴിലായിരിക്കും. ആ ഫസ്റ്റ് ക്ലാസ് ഹെഡ് പോസ്റ്റ് മാസ്റ്റർ ഒരു സൂപ്രണ്ട് ഓഫ് പോസ്റ്റിൻ്റെ അധികാരം നിർവഹിക്കും അവരുടെ ഓൺ ഓഫീസിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത് ഫസ്റ്റ് ക്ലാസ് HOയിൽ ഇരിക്കുന്ന പോസ്റ്റ് മാസ്റ്റർ ഗസറ്റഡ് റാങ്കുള്ള ഓഫീസറാണ്. അദ്ദേഹത്തിന് സൂപ്രണ്ട് ഓഫ് പോസ്റ്റിൻ്റെ അധികാരം ആ ഓഫീസിനെ സംബന്ധിച്ചുണ്ട്. പിന്നെ ജനറൽ പോസ്റ്റ് ഓഫീസ് GPO എന്ന് പറയുമ്പം ദ ഹെഡ് പോസ്റ്റ് ഓഫീസ് സിറ്റുവേറ്റഡ് അറ്റ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ സർക്കിൾ ഈസ് ടേംഡ് ആസ് GPO. അതായത് ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ഫസ്റ്റ് ക്ലാസ് HO സിറ്റുവേറ്റഡ് അറ്റ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ സർക്കിൾ ഈസ് ടേംഡ് ആസ് GPO. അതായത് നമ്മുടെ തിരുവനന്തപുരം GPO ആണ്. നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം, അവിടെ സ്ഥിതി ചെയ്യുന്ന ഹെഡ് പോസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ഹെഡ് പോസ്റ്റ് ഓഫീസാണ് GPO എന്നറിയപ്പെടുന്നത്. അപ്പം ഫസ്റ്റ് ക്ലാസ് HO പറഞ്ഞു, ഇമ്പോർട്ടൻറ്റ് സിറ്റികളുള്ള ഹെഡ് ഓഫീസാണ് ഫസ്റ്റ് ക്ലാസ് HO. പിന്നെ
ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ സർക്കിളിലുള്ള ഫസ്റ്റ് ക്ലാസ് എച്ച് ഒ ആണ് GPO എന്ന് പറഞ്ഞു. ഈ ഹെഡ് ക്വാർട്ടർ എന്ന വാക്ക് വന്നപ്പോൾ അവിടെ ഒരു സംശയം വന്നെങ്കിൽ അത് ഒരു പ്രത്യേക സെക്ഷനായിട്ട് വരുന്നുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മുടെ എത്ര പോസ്റ്റൽ സർക്കിളുകളും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന അതിൻ്റെ സർക്കിളിൻ്റെ അണ്ടറിൽ വരുന്ന ജൂറിസ്ഡിക്ഷൻ ഏരിയാസും അങ്ങനൊരു സെക്ഷനുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. എത്ര സർക്കിളുകളുണ്ട്, അതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടർ ഏതാണ്, ഓരോ സർക്കിളിൻ്റെ അണ്ടറിൽ വരുന്ന ഏരിയകൾ ഏതൊക്കെ. അപ്പോൾ അതിനകത്ത് വരുമ്പോഴത്തേക്ക് ഹെഡ് ക്വാർട്ടർ എന്താണെന്നുള്ള ഡൗട്ട് അങ്ങ് മാറും. പിന്നെ അപ്പം ഫസ്റ്റ് ക്ലാസ് എച്ച് പറഞ്ഞു, GPO പറഞ്ഞു. ഇനി പറയാനുള്ളത് 1 CBPO 2 CBPO, ഈ സെൻട്രൽ ബേസ്ഡ് പോസ്റ്റ് ഓഫീസസ്. അതായത് 1 CBPO 2 CBPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർമി പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ടൈമാണ്. അതായത് 1 CBPO എന്ന് പറയുന്നത് 56 APO ആണ്. 2 CBPO എന്ന് പറയുന്നത് 99 APO ആണ്. അത് നമുക്ക് ഈ 56 APO 99 APO എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പിടിവിട്ടു. കാരണം അങ്ങനെ കത്തുകൾ വരാറുണ്ട്. അതായത് നമ്മൾ ആർമി പേഴ്സൺസിന് അയക്കുമ്പോഴത്തേക്കും ഈ ഒന്നുകിൽ 56 APO അഡ്രസ്സ് ചെയ്താണ് പോകുന്നത്, അല്ലെങ്കിൽ 99 APO അഡ്രസ്സ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഈ 56 APO, അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ 1 CBPOയുടെ പേര് തന്നെ. 1 CBPO എന്ന് പറഞ്ഞാൽ ഈ 56 APO ആണ്. 2 CBPO എന്ന് പറഞ്ഞാൽ ഈ 99 APO ആണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ടൈമാണ്. പിന്നെന്ന് പറയുന്നത് 56 APO സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. 99 APO സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് പോസ്റ്റ് ഓഫീസസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് 2-ൽ തന്നെ എത്ര ഡേറ്റ വന്നു കഴിഞ്ഞു. ഇപ്പം തന്നെ എത്ര ക്ലാസ് പോസ്റ്റ് ഓഫീസുകളുണ്ട്, HO SO BO, പിന്നെ ഏതൊക്കെ ക്ലാസ്സുകളാണ് ഫുൾ എല്ലാ തരത്തിലുള്ള പോസ്റ്റൽ ബിസിനസ്സുകളും നടക്കുന്നത്. അപ്പം HOയും BOയും. പിന്നെ ഫസ്റ്റ് ക്ലാസ് HO ഇമ്പോർട്ടൻറ്റ് സിറ്റികളിലുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസസ് ആണ്. അവിടെ ഒരു ഫസ്റ്റ് ക്ലാസ് ഹെഡ് പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്. അദ്ദേഹത്തിന് ഗസറ്റഡ് ആകാനുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഓഫീസിനെ സംബന്ധിച്ച് സൂപ്രണ്ട് ഓഫ് പോസ്റ്റിൻ്റെ അധികാരങ്ങൾ കൈയാളുന്ന ഒരാളാണ്. അടുത്ത ജനറൽ പോസ്റ്റ് ഓഫീസസ് എന്താണ്, അതായത് ഒരു സർക്കിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ് HOയാണ് ജനറൽ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. പിന്നെ 1 CBPO 2 CBPO 1 CBPO തന്നെയാണ് 56 APO, അത് ന്യൂഡൽഹിയിലാണ്. 2 CBPO തന്നെയാണ് 99 APO, അത് കൊൽക്കത്തയിലാണ്. ഇതെല്ലാം ആർമി പോസ്റ്റൽ സർവീസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടൈമാണ്. അടുത്തത് മൂന്നാമത്തെ ക്ലാസ്സാണ് നൈറ്റ് പോസ്റ്റ് ഓഫീസസ്. നൈറ്റ് പോസ്റ്റ് ഓഫീസസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനകത്തുനിന്ന് ഒരു ടൈം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകത്തില്ല. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൈറ്റ് പോസ്റ്റ് ഓഫീസിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് മിക്കവാറും ചോദിക്കുന്നത്. അതായത് എന്താണ് നൈറ്റ് പോസ്റ്റ് ഓഫീസുകൾ. നൈറ്റ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ദ പോസ്റ്റ് ഓഫീസ് എക്സ്റ്റെൻഡ്സ് ഇറ്റ്സ് വർക്കിംഗ് അവേഴ്സ് അപ് ടു 8:30 PM ആഫ്റ്റർ നോർമൽ വർക്കിംഗ് അവേഴ്സ് ആൻഡ് ഓൺ സൺഡേസ് ആൻഡ് ഹോളിഡേസ് ഈസ് ടൈംഡ് ആസ് നൈറ്റ് പോസ്റ്റ് ഓഫീസസ്. അതായത് ഒരു പോസ്റ്റ് ഓഫീസ് അതിൻ്റെ നോർമൽ വർക്കിംഗ് അവർ കഴിഞ്ഞ് അതിൻ്റെ വർക്കിംഗ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് 8:30 PM വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ്. ആൻഡ് ആൾസോ വർക്ക്സ് ഓൺ സൺഡേസ് ആൻഡ് ഹോളിഡേയ്സ് ഈസ് ടൈംഡ് ആസ് നൈറ്റ് പോസ്റ്റ് ഓഫീസസ്. ഇത് തിരിച്ചും മറിച്ചും ചോദ്യത്തിൽ വരും. ഇങ്ങനെ സൺഡേസിലും ഹോളിഡേയ്സും വർക്ക് ചെയ്യുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ പേര്, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ പേര്. അങ്ങനെ നൈറ്റ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനകത്ത് വരുന്ന 2 ക്വസ്റ്റ്യൻ, ദ വർക്കിംഗ് അവേഴ്സ് ഓഫ് ദ പോസ്റ്റ് ഓഫീസസ് ആർ ജനറലി ഫിക്സ്ഡ് ബൈ ദ ഹെഡ് ഓഫ് ദ സർക്കിൾ. ഹെഡ് ഓഫ് ദ സർക്കിളാണ് വർക്കിംഗ് അവേഴ്സ് ഓഫ് പോസ്റ്റ് ഓഫീസസ് ജനറലി ഫിക്സ് ചെയ്യുന്നത്. However, the Director General may extend the working hours of any post office up to 8:30 PM. കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ വർക്കിംഗ് അവേഴ്സ് ഫിക്സ് ചെയ്യുന്നത് ഹെഡ് ഓഫ് ദ സർക്കിളാണ്. പക്ഷേ ഡയറക്ടർ ജനറലാണ് ഏതൊരു പോസ്റ്റ് ഓഫീസിൻ്റെയും വർക്കിംഗ് അവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 8:30 വരെ. കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്കിപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസ് 10 മണി തൊട്ട് 5 മണി വരെ വർക്ക് ചെയ്യട്ടെ എന്ന് നിശ്ചയിക്കുന്നത് ഹെഡ് ഓഫ് ദ സർക്കിളാണ്. പക്ഷേ ഡയറക്ടർ ജനറലാണ്. ഇപ്പോൾ ഇല്ല പോസ്റ്റ് ഓഫീസ് കൊല്ല HOയിൽ ഒരു 8:30 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് ചെയ്യട്ടെ എന്ന് പറയുന്നത് ഡയറക്ടർ ജനറലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു ചോദിക്കുന്ന ചോദ്യമാണ്, തിരിഞ്ഞു പോകാൻ പറ്റുന്നൊരു ചോദ്യമാണ്, മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അടുത്തത് ഇതിനകത്ത് വരുന്നത് നൈറ്റ് പോസ്റ്റ് ഓഫീസിൻ്റെ ക്ലോസിൻ്റെ അതിനകത്ത് വരുന്നത് ഡ്യൂറിങ് ദി എക്സ്റ്റെൻഡഡ് അവേഴ്സ്. അതായത് ഏതൊരു പോസ്റ്റ് ഓഫീസും അതിൻ്റെ നോർമൽ വർക്കിംഗ് സമയം കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനാണല്ലോ നൈറ്റ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആ എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എക്സ്റ്റെൻഡ് അവേഴ്സിൽ എന്തൊക്കെ സർവീസുകൾ നൈറ്റ് പോസ്റ്റ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ ജനറലി ബുക്ക് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് ഇൻക്ലൂഡിങ് VP ആർട്ടിക്കിൾസ്, അതായത് VP ആർട്ടിക്കിൾ ഉൾപ്പെടെയുള്ള രജിസ്റ്റേർഡ് ആർട്ടിക്കിൾ
ബുക്ക് ചെയ്യും. പിന്നെ സെൽ IPO ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ സെല്ല് ചെയ്യും. പിന്നെ പോസ്റ്റേജ് സ്റ്റാമ്പ്സ് വിൽക്കും. അപ്പോൾ അത്രയൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചെന്നാൽ മതി. പിന്നെ ഓൺ സൺഡേസ് ആൻഡ് നാഷണൽ ഹോളിഡേയ്സ്, ഇത് സാധാരണ ദിവസങ്ങളിൽ എക്സ്റ്റൻഡ് അവേഴ്സിലുള്ള സർവീസുകളാണ്. സൺഡേസ് ആൻഡ് നാഷണൽ ഹോളിഡേയ്സിലൊക്കെ ഈ നൈറ്റ് പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ്. റെസ്ട്രിക്റ്റഡ് വർക്കിംഗ് അവേഴ്സാണ്. ഈ ഹോളിഡേയ്സിലും സൺഡേയ്സിലും റെസ്ട്രിക്റ്റഡ് ആണ് വർക്കിംഗ് അവേഴ്സ്. സാധാരണ ഉള്ളതിനേക്കാൾ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ട വർക്കിംഗ് അവേഴ്സാണുള്ളത്. 10 to 17 hours റെയിൽവേ ടൈം, 10 to 17 hours അവരാണ് എൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതൊരു ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. വർക്കിംഗ് അവേഴ്സ് 10 മണി തൊട്ട് 17 മണി വരെ റെയിൽവേ ടൈം. ഇപ്പോൾ ഡെലിവറി ഫംഗ്ഷൻസ് ഓഫ് ദ ഓഫീസസ് ആർ എൻറ്റർലി സസ്പെൻഡ് ആസ് വെൽ ആസ് ദ പേയ്മെൻറ്റ് ഓഫ് മണി ഓർഡേഴ്സ് ആൻഡ് സേവിംഗ് ബാങ്ക് ആൻഡ് പോസ്റ്റ് ഓഫീസ് സർട്ടിഫിക്കറ്റ്സ് ആർ ആൾസോ സസ്പെൻഡ് ഓൺ ദീസ് ഡേയ്സ്. അതായത് സൺഡേസിലും നാഷണൽ ഹോളിഡേയ്സിലും നൈറ്റ് പോസ്റ്റ് ഓഫീസിൻ്റെ വർക്കിംഗ് അവേഴ്സ് റെസ്ട്രിക്റ്റഡ് ആണ്. ആൾസോ ഡെലിവറി ഫംഗ്ഷൻസും സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നെ പേയ്മെൻറ്റ് ഓഫ് മണി ഓർഡർ, സേവിംഗ് ബാങ്ക് ആൻഡ് പോസ്റ്റ് ഓഫീസ് സർട്ടിഫിക്കറ്റ് ആൾസോ സസ്പെൻഡഡ്. അങ്ങനെയുള്ള സർവീസുകളും ഈ സൺഡേസ് ആൻഡ് നാഷണൽ ഹോളിഡേയ്സിലുള്ള റെസ്ട്രിക്റ്റഡ് വർക്കിംഗ് അവേഴ്സിൽ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള നൈറ്റ് പോസ്റ്റ് ഓഫീസിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ബാക്കി എന്തൊക്കെ സർവീസുകൾ ഉണ്ടാവും എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അടുത്ത 4ാമത്തെ ക്ലോസ് മൊബൈൽ പോസ്റ്റ് ഓഫീസസ്. അപ്പം അതൊരു ചോദ്യമായിട്ട് വരാൻ വേണമെങ്കിൽ മൊബൈൽ പോസ്റ്റ് ഓഫീസിൻ്റെ ക്ലോസ് ഏതാണ്? ഇപ്പം ക്ലോസിൻ്റെ നമ്പർ പഠിക്കാൻ ഇഷ്ടംപോലെ ക്ലോസുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്ലോസുകൾ പഠിക്കാതിരുന്നാൽ അതിനുവേണ്ടി തന്നെ ഒരു ജന്മം വേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ പഠിക്കാതെ നമ്മൾ ഒരു ബുദ്ധി പ്രയോഗിച്ച് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതൊക്കെ നോക്കിയിട്ടുള്ള ക്ലോസുകൾ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ഏകമാർഗം. അപ്പോൾ മൊബൈൽ പോസ്റ്റ് ഓഫീസസ് 4ാമത്തെ ക്ലോസ്. Mobile post office are functioning in a specially designed van moving into different fixed points at important cities. Important cityകളിൽ facility of late posting. The mobile post office are intended to provide the facility of late posting. അതൊരു ഇമ്പോർട്ടൻ്റ് വേർഡാണ്. ലേറ്റ് പോസ്റ്റിങ്ങിന് ഉള്ള ഫെസിലിറ്റി കൊടുത്തുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് സിറ്റികളിൽ ഒരു ഫിക്സ്ഡ് ഷെഡ്യൂൾ പ്രകാരം ഒരു ഫിക്സ്ഡ് റൂട്ടൊക്കെ വെച്ചിങ്ങനെ പോകുന്ന ഒരു മൂവിങ് പോസ്റ്റ് ഓഫീസ് പോലുള്ള സാധനമാണ് ഈ മൊബൈൽ പോസ്റ്റ് ഓഫീസസ്. ഇതെന്തുവാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം മൊബൈൽ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു പിക്ചർ നമുക്ക് കിട്ടും. ഒരു സ്പെഷ്യലി ഡിസൈൻഡ് വാനാണത്. അതിങ്ങനെ ഒരു ഫിക്സ്ഡ് ഏരിയയിൽ കൂടെ ലേറ്റ് പോസ്റ്റിങ്ങിന് ലേറ്റായിട്ടുള്ള നമുക്ക് ആൾക്കാർക്ക് പോസ്റ്റ് ചെയ്യാൻ അതിനകത്ത് അതിനുള്ള ഫെസിലിറ്റി ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മൊബൈൽ പോസ്റ്റ് ഓഫീസിൻ്റെ ധർമ്മം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ഓഫീസസ് റിമെയിൻ ക്ലോസ്ഡ് ഓൺ സൺഡേസ് ആൻഡ് പോസ്റ്റൽ ഹോളിഡേയ്സ്. സൺഡേസ് ആൻഡ് പോസ്റ്റൽ ഹോളിഡേയ്സിലും ഈ മൊബൈൽ പോസ്റ്റ് ഓഫീസ് ഇല്ല. അത് ഈ വേണമെങ്കിലൊന്ന് നമ്മൾ കുഴപ്പിക്കാൻ വേണേൽ ചോദിക്കാം. മൊബൈൽ പോസ്റ്റ് ഓഫീസ് ഇല്ല സൺഡേസിലും ആൻഡ് പോസ്റ്റൽ ഹോളിഡേയ്സും. അത് നൈറ്റ് പോസ്റ്റ് ഓഫീസ് മാത്രമാണ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. പിന്നെ 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 എന്തൊക്കെയാണ് മൊബൈൽ പോസ്റ്റ് ഓഫീസിൻ്റെ ധർമ്മം? അത് സ്റ്റാമ്പുകൾ വിൽക്കാറുണ്ട്, പോസ്റ്റൽ സ്റ്റേഷനറി വയ്ക്കും, ബുക്ക്, സർഫസ് ആൻഡ് എയർമെയിൽ രജിസ്റ്റേഡ് ആർട്ടിക്കിൾസ് രജിസ്റ്റേഡ് ആർട്ടിക്കിൾസൊക്കെ ബുക്ക് ചെയ്യും. പിന്നെ 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 ഇൻഷുർഡിൻ്റെയും VPയുടെയും ബുക്കിംഗ് ഇല്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വരിക. കാരണം ഇപ്പോൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ചോദിച്ചാൽ ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് എല്ലാം കൂടെ പഠിച്ചു വയ്ക്കുന്നതിനേക്കാൾ നല്ലത് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പഠിച്ചു വെച്ചാൽ അതൊരു എളുപ്പമായിരിക്കും. നമുക്ക് എന്തെങ്കിലും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതായത് ഇൻഷുർഡും VPയും ഇല്ല, ബാക്കിയുള്ളതെല്ലാം അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ അത്രയും മതി. ഇപ്പോൾ മൊബൈൽ പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് പറയാൻ. മൊബൈൽ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലി ഡിസൈൻഡ് വാന്, ഫെസിലിറ്റി ഓഫ് ലേറ്റ് പോസ്റ്റിങ്, ഫിക്സ്ഡ് ഷെഡ്യൂൾ എന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി എൻ്റെ വാക്കുകൾ. പിന്നെ ഇൻഷുർഡിൻ്റെ VPയുടെയും സർവീസ് എക്സ്ക്ലൂഡഡ് ആണ്, അതില്ല, അത് പ്രൊവൈഡ് ചെയ്യത്തില്ല ഇൻഷുർഡും VPയും. ഓക്കെ, അപ്പോൾ എത്രയും 4ാമത്തെ ക്ലോസും കഴിഞ്ഞു. കുറച്ച് ചോദ്യത്തിലോട്ട് പോവാം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ സെക്ഷൻ പഠിക്കുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ പോയാലേ ഗുണമുള്ളൂ. അല്ലാതെ ഇത് പഠിച്ചു പോകാന്നല്ലാതെ നമുക്ക് എക്സാം ഹാളിൽ ചെന്നിരുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യനൂടെ പറഞ്ഞു പോകുന്നതാണ് എൻ്റെ ഒരു രീതി.
വിച്ച് ഓഫ് ദ സർവീസ് ഇസ് നോട്ട് അവൈലബിൾ ഇൻ എ മൊബൈൽ പോസ്റ്റ് ഓഫീസ് ഉണ്ടോ? ഇങ്ങനെയാണ് ചോദിക്കുന്നത്. എ സെയിൽ ഓഫ് സ്റ്റാമ്പ്സ് ആൻഡ് സ്റ്റേഷനറി, ബി ബുക്കിംഗ് ഓഫ് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾ, സി അക്സെപ്റ്റിംഗ് അണ്ടർ രജിസ്റ്റേർഡ് ആർട്ടിക്കിൾ, ഡി കളക്ഷൻ ഓഫ് PLA പ്രീമിയം. അപ്പോൾ അതിന് ഉത്തരം കളക്ഷൻ ഓഫ് PLA പ്രീമിയം എന്നാണ്. ബാക്കിയെല്ലാം നമ്മൾ അതിൻ്റെ സർവീസിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ഓൺ സൺഡേസ് ആൻഡ് നാഷണൽ ഹോളിഡേസ് as well as other PO holidays in the night post offices function and observe working hours from dash to dash hours. നേരത്തെ പറഞ്ഞ കണക്ക് അത് ഒത്തിരി അവേഴ്സ് ചോദിക്കുന്നുണ്ട്. 8 hours to 15 hours, നൺ ഓഫ് ദീസ്. ഉത്തരം 10 hours to 17 hours എന്നാണ് ഉത്തരം. അടുത്തൊരു ചോദ്യം നോക്കാം. നൈറ്റ് പോസ്റ്റ് ഓഫീസസ് ആർ ഡാഷ്. എ ഓപ്പൺ ഓൺ ആൾ ഡേയ്സ്, നോട്ട് ഓപ്പൺ ഓൺ സൺഡേ ഓൺലി, നോട്ട് ഓപ്പൺ ഓൺ നാഷണൽ ഹോളിഡേയ്സ് ഓൺലി, നോട്ട് ഓപ്പൺ ഓൺ സൺഡേയ്സ് ആൻഡ് നാഷണൽ ഹോളിഡേയ്സ്. അപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആവുന്ന രീതിയിലാണ് ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നൈറ്റ് പോസ്റ്റ് ഓഫീസ് ആർ ഓപ്പൺ ഓൺ ആൾ ഡേയ്സ് എന്നാണ് ഉത്തരം. കാരണം എല്ലാ ദിവസങ്ങളും അത് ഓപ്പൺ ആണ്. പിന്നെ ഹൗ മെനി ടൈപ്സ് ഓഫ് പോസ്റ്റ് ഓഫീസ് ആർ മെയിൻലി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു. എത്ര ടൈപ്പ് പോസ്റ്റ് ഓഫീസ് ഉണ്ട്? 3, 5, 6, 10 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 3. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കേ. എക്സെപ്റ്റ് ദ നൈറ്റ് പോസ്റ്റ് ഓഫീസസ് ആൾ പോസ്റ്റ് ഓഫീസസ് ആർ ജനറലി ക്ലോസ്ഡ് ഓൺ എ സൺഡേസ്, ബി PO ഹോളിഡേയ്സ്, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമ്മളിത് ഈ ചോദ്യം കൊണ്ട് കിട്ടുമ്പോഴത്തേക്ക് നൈറ്റ് പോസ്റ്റ് ഓഫീസ് കാണുമ്പോഴേ പിന്നെ ഈ സൺഡേസ് ആൻഡ് പോസ്റ്റ് ഹോളിഡേയ്സ് എന്നുള്ള കാര്യം നോക്കിയിട്ട് അതങ്ങ് കറപ്പിക്കുക ചെയ്യുന്നു. പക്ഷെ തെറ്റാ. എക്സെപ്റ്റ് ദ നൈറ്റ് പോസ്റ്റ് ഓഫീസ് ഒഴികെ ബാക്കി എല്ലാ പോസ്റ്റ് ഓഫീസുകളും എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ആക്ച്വലി ബാക്കി നമ്മുടെ സാധാ പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ചോദ്യം ഇങ്ങനെ കറക്കി വരുമ്പോൾ നമുക്ക് തെറ്റിപ്പോവും. അപ്പോൾ ഇവിടെ ഉത്തരം എ സൺഡേ, ബി PO ഹോളിഡേയ്സ്, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദിസ്. ഉത്തരം ബി ബോത്ത് എ ആൻഡ് ബി ആണ് ഉത്തരം. കാരണം എല്ലാ പോസ്റ്റ് ഓഫീസുകളും ജനറലി ക്ലോസ്ഡ്. സൺഡേസിലും PO ഹോളിഡേയ്സിലും ക്ലോസ്ഡ് ആണ്. ബോത്ത് എ ആൻഡ് ബി ആണ് ഉത്തരം. അടുത്തത് CBPO മീൻസ് സെൻട്രൽ ബേസ് പോസ്റ്റ് ഓഫീസ് എന്നാണ് CBPO. അപ്പോൾ അത് ഓപ്ഷൻ ഭയങ്കരമായിട്ട് തിരിച്ചു ചോദിക്കും. എ സെൻട്രൽ ബേസസ് പോസ്റ്റ് ഓഫീസ് എന്ന് ചോദിക്കും, പിന്നെ സെൻട്രൽ ബേസ് പോസ്റ്റ് ഓഫീസസ് എന്ന് ചോദിക്കും. ഇങ്ങനെ കറക്റ്റ് ചോദിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സെൻട്രൽ ബേസ് പോസ്റ്റ് ഓഫീസ്. ഇപ്പോൾ ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ കൊണ്ട് തെറ്റിക്കാനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ വരാം. കാരണം ഇപ്പോൾ സെൻട്രൽ ബേസ് പോസ്റ്റ് ഓഫീസ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കത്തില്ല. ചിലപ്പോൾ അവർ സെൻട്രൽ ബേസ് പോസ്റ്റ് ഓഫീസസ് എന്ന് ചോദിക്കും. നമുക്കിപ്പോൾ ഈ പോസ്റ്റ് ഓഫീസാണോ പോസ്റ്റ് ഓഫീസസ് ആണോ സംശയം വരും. അതുകൊണ്ട് ഈ ഫുൾ ഫോം ഒക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ഈ ഒരു രീതി, ഈ ഒരു കണ്ണുകൊണ്ട് കണ്ട് നമ്മൾ പഠിച്ചു വെക്കണം. വേറെ എന്നാലും തെറ്റരുത്. നമ്മൾ ഉറപ്പ് വേണം പോസ്റ്റ് ഓഫീസ് തന്നെയാണെന്നുള്ളത്. അടുത്തത് ചോദ്യം. ഡ്യൂറിങ് ദ എക്സ്റ്റൻഡ് അവേഴ്സ് നൈറ്റ് പോസ്റ്റ് ഓഫീസസ് ജനറലി എ ബുക്ക് registered articles including VP articles, B sell IPOs and postal stamps, C deposits into savings banks account and sale of cash certificate, D all of these. അപ്പം ഉത്തരം all of these എന്നാണ്. അതായത് എക്സ്റ്റൻഡ് അവേഴ്സിൽ നൈറ്റ് പോസ്റ്റ് ഓഫീസുകളിൽ ഈ പറഞ്ഞ 3 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു 3 ടീമും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും.